അപ്പോൾ നമുക്ക് ഞാൻ 1 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ വന്നത് ഒരു നെല്ലിക്ക ടോണിക്കാണ്. അതിന് വേണ്ടത് നമുക്ക് നെല്ലിക്ക വേണം, ശർക്കര വേണം, ഏലക്ക വേണം. ഇതിൽ പട്ടയും ഗ്രാമ്പൂവിൻ്റെ ഒന്നും ആവശ്യമില്ല, അപ്പോൾ അത് അരിഷ്ടമായി പോകും. അപ്പോൾ നമുക്ക് ടോണിക്കാണ് ആവശ്യം. അതിനുള്ള ഈ 3 കൂട്ടങ്ങൾ മതി. അപ്പം നമുക്ക് ശർക്കര ഒന്നിച്ചെത്തി. കിലോ നെല്ലിക്ക എടുക്കുമ്പോൾ നമ്മൾ 1/2 കിലോ ശർക്കര വേണം, 500 ഗ്രാം ശർക്കര വേണം. അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ നമുക്ക് ഈ ശർക്കര ഒന്ന് ചെറുതാക്കി എടുക്കാം. അപ്പോൾ ശർക്കര നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 5 ഏലക്കയും ഞാൻ പൊടിച്ചില്ല, ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ കുറച്ച് ശർക്കര ഇതിനകത്തോട്ട് ഉപ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. 3 ഏലക്ക ഞാൻ ഇട്ട് കൊടുക്കുകയാണ്, ബാക്കി പിന്നീടാം. ഇതിൻ്റെ പുറത്തിനി നമുക്ക് നെല്ലിക്ക ശർക്കര ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ നെല്ലിക്ക ശർക്കരയും മാറി മാറി ഇട്ട് കൊടുക്കണം. നെല്ലിക്ക നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കി എടുത്ത് വെച്ച് വെള്ളത്തിൻ്റെ ഈർപ്പം ഒട്ടും തന്നെ പാടില്ല. അപ്പം വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടെങ്കിൽ ഇത് പൂത്തു പോകും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ബാക്കി 3 ഏലക്കയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ബാക്കി ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെല്ലിക്ക എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നല്ല അടപ്പ് തന്നെ വെച്ച് അടച്ചു വയ്ക്കുക. ഇത് 40 ദിവസം ഇതേപോലെ തന്നെ വെച്ചിരിക്കണം. 20 ദിവസം ആകുമ്പോൾ നമ്മൾ കുപ്പിയോടെ ഇത് നെല്ലിക്ക ഇത് നീരെല്ലാം ഇറങ്ങുമ്പോൾ കുറച്ചൊന്ന് കുറയും. അപ്പോഴും നമ്മളൊന്ന് കുലുക്കി, അടപ്പ് തുറക്കണ്ട, കുലുക്കി ഒന്ന് വെച്ച് കൊടുക്കും. 20 ദിവസം ആകുമ്പോൾ എടുത്തൊന്ന് കുലുക്കി വെച്ച് കൊടുക്കണം. വീണ്ടും 20 ദിവസം കഴിയുമ്പോഴത്തേക്ക് എടുക്കാം. അപ്പം നമുക്ക് മൊത്തത്തിൽ 40 ദിവസമാണ് ഇതിന് വേണ്ടത്. 41ൻ്റെ നിന്ന് എടുക്കാം. 41ൻ്റെ നിന്ന് എടുക്കുമ്പോൾ ഇത് എല്ലാം നെല്ലിക്കയെല്ലാം നല്ല പാറക്കല്ല് പോലെ ഇരിക്കും. പിന്നെ നമുക്ക് ഒന്നും നെല്ലിക്ക കൊണ്ടൊന്നും എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, പാറക്കല്ല് പോലെ ഇരിക്കും. അപ്പം നെല്ലിക്ക മാറ്റിയിട്ട് നമുക്ക് ഇതിനെ നല്ല ഉണങ്ങിയ ഒരു അരിപ്പിൽ അരിച്ച് ഒരു കുപ്പിയിലകത്ത് ആക്കി വെച്ചാൽ നമ്മളെ കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും വിശപ്പില്ലാത്തവർക്കും ആഹാരം കഴിക്കാൻ മടി കാണിക്കണവർക്കൊക്കെ ഇത് കൊടുത്താൽ നല്ല വിശപ്പുണ്ടാവും. എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം. ഇതിൽ നമ്മൾ ഗ്രാമ്പ്, പട്ട ഇങ്ങനെയൊക്കെ ഇട്ട് അത് അരിഷ്ടമായി പോവും. പക്ഷേ ഇത് നമ്മൾ ടോണിക്കായിട്ടാണ് നമ്മൾ എടുക്കണത്. അപ്പം നന്നായിട്ട് അടച്ച് നമുക്ക് ഇത് അകത്ത് വയ്ക്കാം. കബോർഡിനകത്ത് എവിടെ ഒരറ്റത്ത് വെച്ചിരുന്നാൽ മതി. ഇത് കേടുപാടൊന്നും ഉണ്ടാവില്ല. ഇത് നമുക്ക് എല്ലാവർക്കും, വലിയവർക്കും ചെറിയവർക്കും ഒക്കെ കഴിക്കാമെന്നുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.